ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന അത്യാവശ്യം, അതായത് ഒരു ചെറിയ വീടിൻ്റെ പ്ലംബിംഗാണ്, വലിയ വീടിൻ്റെ പ്ലംബിങ്ങുകളാണെങ്കിലും അത്യാവശ്യം നമ്മൾ ഉപയോഗിക്കുന്ന പൈപ്പുകൾ ഏതൊക്കെയാണെന്ന് അതിൻ്റെ ഗേജുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നിന്ന് മനസ്സിലാക്കുന്നത്. ആദ്യമേ തന്നെ നോക്കുക, നമ്മൾ CPVC പൈപ്പാണ് നോക്കുന്നത്. ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ്, അതൊന്ന് ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ആണെങ്കിൽ കൂടി നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് കംപ്ലീറ്റ് കൺസീൽ ചെയ്ത് ചെയ്യുന്നത് കംപ്ലീറ്റ് ചൂടുവെള്ളത്തിൻ്റെ CPVC പൈപ്പാണ് ചെയ്യുന്നത്. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, എന്തെങ്കിലും ഹീറ്ററിൽ നിന്ന് ചൂടുവെള്ളം റിട്ടേൺസ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ബാത്റൂമിൻ്റെ അകത്ത് കിടക്കുന്ന ടൈലിനുള്ളിൽ കിടക്കുന്ന പൈപ്പ് ഉരുകി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അത് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന SDR11 എന്ന് പറയുന്ന ക്വാളിറ്റിയിൽ തന്നെ 3/4 ഇഞ്ച് പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 3/4 ഇഞ്ച് കണ്ട കറക്റ്റായിട്ട് അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. 3/4 ഇഞ്ച് പൈപ്പ് SDR11 ആണ് നോർമൽ ലെവലിൽ ഉപയോഗിക്കുന്നത്. ഈ SDR എന്ന് പറയുന്നത് പല രീതിയിൽ വരുന്നുണ്ട്. 11 വരുന്നുണ്ട്, കുറച്ച് ഗ്രേഡ് കൂടിയത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടതനുസരിച്ച് കനം കൂടുതലും കുറച്ചൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നോർമൽ ലെവലിൽ നമുക്ക് SDR11 മതിയാവും. അതല്ല കുറച്ചുകൂടി കനം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി റേറ്റ് വ്യത്യാസങ്ങൾ കാര്യങ്ങൾ വരുന്നുണ്ട്. അതാണ് നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന മെയിൻ വെള്ളത്തിനും പച്ചവെള്ളത്തിനും ചൂടുവെള്ളത്തിനും ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ അടുത്ത് ഉപയോഗിക്കുന്നത് 4 ഇഞ്ച് പൈപ്പാണ്. 110 mm ഡ്രൈനേജ് പൈപ്പ്, അതായത് സെപ്റ്റി ടാങ്കിലേക്ക് നമ്മുടെ ക്ലോസറ്റിൽ നിന്ന് പോകുന്ന പൈപ്പ് കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രൈനേജ് പൈപ്പാണ് 4 ഇഞ്ച് പൈപ്പ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന 2 ഇഞ്ച് പൈപ്പാണ് ഉപയോഗിക്കുന്നത്. 63 mm 2 ഇഞ്ച് പൈപ്പ് വരുന്നത്. അപ്പോൾ ഈ 4 ഇഞ്ചിൻ്റെ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കനം ഒന്ന് കാണിച്ചു തരാം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് 4 ഇഞ്ച് പൈപ്പ് 4 kg ആണ് യൂസ് ചെയ്യുന്നത്. 4 kg തന്നെ നമ്മൾ 2 ഇഞ്ച് പൈപ്പും 4 kg തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് വേസ്റ്റ് ലൈന് വേണ്ടിയിട്ട്, വേസ്റ്റ് ലൈൻ എന്ന് ഉദ്ദേശിച്ചാൽ നമ്മൾ കുളിക്കുന്ന വെള്ളം പോകുന്നതിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് പൈപ്പ് കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. സിങ്കിൽ നിന്ന് വെള്ളം പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ഇഞ്ച് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ 2.5 ഇഞ്ച് ആയാലും കുഴപ്പമില്ല. അപ്പോൾ 4 kg ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന പൈപ്പ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ 4 ഇഞ്ച് 4 kg വരുന്നുണ്ട്, 2 ഇഞ്ച് 4 kg ഉപയോഗിക്കുന്നുണ്ട്. ഇനി വാട്ടർ ലൈനിൽ 4 kg നമ്മൾ മെയിനായിട്ട് വാട്ടർ ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന പൈപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് 6 kg പൈപ്പാണ് ഉപയോഗിക്കുന്നത്. 2 ഇഞ്ച് പൈപ്പ് തന്നെ, അതായത് 63 mm തന്നെ 6 kg പൈപ്പാണ് ഉപയോഗിക്കുന്നത്. അത് കറക്റ്റായിട്ട് ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടോ? കണ്ടാം. ഇതിൽ കുറച്ചുകൂടി കനം വ്യത്യാസം ഞാൻ സ്റ്റിക്കുകളൊക്കെ കാണിച്ചു തരാം. കണ്ടാം, കുറച്ചുകൂടി കനം വ്യത്യാസം വരുന്നുണ്ട്. അത് നമ്മൾ വാട്ടർ ലൈനിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് 6 kg ആണ് വരുന്നത്. ബേസ് ലൈനിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് 4 kg ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ 1 ഇഞ്ച് പൈപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് 10 kg ഉപയോഗിക്കുന്നുണ്ട്. വാട്ടർ ലൈനിൽ വരുന്നിട്ട് 10 kg ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ 1.5 ഇഞ്ച് പൈപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് 6 kg പൈപ്പാണ് 1.5 ഇഞ്ച് പൈപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഡ്രൈനേജിന് വേണ്ടിയിട്ട് 4 ഇഞ്ച് പൈപ്പ് 110 mm ഉപയോഗിക്കുന്നത് 4 kg ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 2 ഇഞ്ച് പൈപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് വേസ്റ്റ് ലൈൻ ഉപയോഗിക്കുന്ന 4 kg പൈപ്പാണ് ഉപയോഗിക്കുന്നത് 63 mm. അതുപോലെ തന്നെ നമ്മൾ വാട്ടർ ലൈനിൽ ഉപയോഗിക്കുന്നുണ്ട്. വാട്ടർ ടാങ്കിൽ നിന്ന് നേരെ മുകളിൽ നിന്ന് ഇറക്കി വരുന്ന പൈപ്പ് 2 ഇഞ്ച് പൈപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മെയിൻ വാട്ടർ ലൈനിൽ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങി വരുന്നത് അത് 6 kg ഉപയോഗിക്കണം. കാരണം വെയിൽ കാര്യങ്ങളൊക്കെ അടിക്കുന്ന സമയത്ത് വളഞ്ഞു പോകാനുള്ള ചാൻസും അതുപോലെ തന്നെ ഹൈ പ്രഷർ വരുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം വാട്ടർ ലൈൻ ആണല്ലോ. പിന്നീട് നമുക്കൊരു മാറ്റുക എന്ന് പറയുന്നത് റിസ്ക് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, ബാത്റൂമിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന പൈപ്പ് ഈ കാണുന്ന ആസ്ട്രലിൻ്റെ പൈപ്പ്, അതുപോലെ തന്നെ പല കമ്പനികളുടെ പൈപ്പ് വരുന്നുണ്ട്. SDR11 എന്ന പൈപ്പാണ് നമ്മളിവിടെ കോമൺലി ഉപയോഗിക്കുന്നത്. പിന്നെ ചെറിയ ചെറിയ കണക്ഷൻസ്, അതായത് പൈപ്പിൽ നിന്നും നേരെ നമ്മൾ ഉപയോഗിക്കുന്ന ടാപ്പിലേക്ക് കണക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് 1 ഇഞ്ച് പൈപ്പ്. ആദ്യം 2 ഇഞ്ച് പൈപ്പ് കൊണ്ടുവരും, അതിൽ നിന്ന് 1.5 ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിൽ നിന്ന് 1.5 ഇഞ്ച് പൈപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു 10 kg ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിൽ നിന്ന് നേരെ റെഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ 1 ഇഞ്ച് പൈപ്പ് ഉപയോഗിക്കും. 1 ഇഞ്ച് പൈപ്പ് ഇതുപോലെ തന്നെ 10 kg ഉപയോഗിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ വരുന്ന 3/4 ഇഞ്ച് പൈപ്പാണ്. 3/4 ഇഞ്ച് പൈപ്പിൽ നിന്നാണ് നേരെ നമ്മുടെ ടാപ്പുകളിലേക്കൊക്കെ കണക്ട് ചെയ്യുന്ന ഓപ്ഷൻ വരുന്നത്. 3/4 ഇഞ്ച് പൈപ്പ് അതുപോലെ തന്നെ നമുക്ക് 10 kg കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഏകദേശം പൈപ്പുകൾ ഏതൊക്കെയാണെന്ന് ഉപയോഗിക്കേണ്ട ഏകദേശം ഗേജുകളൊക്കെ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക, ചാനലും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. കാരണം നമ്മൾ മാത്രമേ നമുക്ക് ഇതുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ.